വാതിലിലെ വിടവിലൂടെ നോക്കിയപ്പോൾ ടീച്ചർ തന്റെ പല്ലുകൾ പുറത്തെടുത്തിരിക്കുന്നത് തോമസ് കണ്ടു. ഭയന്ന് വിചിത്രനായി അവൻ ഉടനെ വായപൊത്തി. ടീച്ചർ എന്തോ മനസ്സിലാക്കി ചുറ്റും നോക്കി. തോമസ് സമയത്തിനുള്ളിൽ ഒളിച്ചു. ഭാഗ്യവശാൽ അവൾ തോമസിനെ കണ്ടില്ല. ടീച്ചർ സംഗീത ക്ലാസ്സിലേക്ക് മടങ്ങിയപ്പോൾ അവൾ തോമസിനെ വളരെ വിചിത്രമായ നോട്ടം നോക്കി. പിന്നെ അവൾ തന്റെ ബാഗിൽ നിന്ന് ചോക്ലേറ്റുകൾ എടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്തു. എല്ലാവരും ഒന്നും ആലോചിക്കാതെ അത് കഴിച്ചു. ടീച്ചർ ഒരു വാമ്പയർ ആണെന്ന് അവൻ അറിയാമായിരുന്നതിനാൽ തോമസ് അവന്റെ ചോക്ലേറ്റിൽ തൊട്ടില്ല. ഈ ചോക്ലേറ്റിൽ തീർച്ചയായും എന്തോ കുഴപ്പമുണ്ട്. ചോക്ലേറ്റ് കഴിച്ചപ്പോൾ ഒരു കുട്ടിയുടെ കണ്ണുകൾ വിടർന്നു. ചോക്ലേറ്റ് കഴിക്കുന്നത് നിർക്കാൻ തോമസ് തന്റെ സുഹൃത്തിന് ഒരു കുറിപ്പ് എഴുതി. പക്ഷേ ടീച്ചർ എല്ലാം കണ്ടു. അവൾ തോമസിന്റെ തോളിൽ പിടിച്ച് ഭയാനകമായി മന്ത്രിച്ചു. സ്കൂൾ കഴിഞ്ഞ് ടീച്ചർ ഒരു വാമ്പയർ ആണെന്ന് തോമസ് തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. തുടക്കത്തിൽ അവർ അവനെ വിശ്വസിച്ചില്ല. അടുത്ത ദിവസം മുഴുവൻ ക്ലാസും പാവകളെ പോലെ പെരുമാറി. അവരുടെ ചലനങ്ങൾ ഭയങ്കരമായിരുന്നു. ടീച്ചർ വീണ്ടും തോമസിന് ചോക്ലേറ്റ് നൽകി. പക്ഷേ അവൻ നിരസിച്ചു. പിന്നെ അവനൊരു ഒഴിവഴിവ് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. സത്യം കണ്ടെത്താൻ അവർ നിശബ്ദമായി ആ രാത്രി ടീച്ചറുടെ വീട്ടിലേക്ക് കയറി. അന്ന് പൂർണ്ണചന്ദ്രനായിരുന്നു. ആ നിമിഷം ടീച്ചർ ഒരു വാമ്പയറായി രൂപാന്തരപ്പെട്ടു. ഇത് കണ്ട് തോമസിന്റെ സുഹൃത്ത് ഉച്ചത്തിൽ നിലവിളിച്ചു. അവളുടെ ശബ്ദം കേട്ട് ടീച്ചർ പുറത്തു വന്നു. ഈ അവസരം മുതലെടുത്ത് അവർ വീട്ടിൽ കയറി ഹെഡ് ടീച്ചറെ കണ്ടെത്തി. അപ്പോഴാണ് അവൾ ഇതിനകം ഒരു പാവയായി മാറിയെന്ന് അവർക്ക് മനസ്സിലായത്. അപ്പോഴാണ് വാമ്പയർ ടീച്ചർ അകത്തേക്ക് വന്നത്. എല്ലാവരും ഒരു സോഫയുടെ പിന്നിൽ ഒളിച്ചു. പക്ഷേ ടീച്ചർ തോമസിന്റെ സുഹൃത്തിനെ പിടിച്ചു. പിന്നെ അവൾ വായ തുറന്ന് തന്റെ നീണ്ട നാവുകൊണ്ട് അവന്റെ മുഖം നക്കാൻ തുടങ്ങി. പെട്ടെന്ന് പള്ളിമണികൾ മുഴങ്ങി. അവൾ വേദനയോടെ തലയിൽ പിടിച്ചിരുന്നു. 3 സുഹൃത്തുക്കൾ ഉടനെ ഓടിപ്പോയി. പക്ഷേ വാമ്പയർ അവരെ പിടിക്കാൻ ആഗ്രഹിച്ചു. അവൾ ഹെഡ് ടീച്ചറെ ഒരു മന്ത്രവാദം നടത്തി. പാവയെ പോലെയുള്ള ഹെഡ് ടീച്ചർ തോമസിന്റെ സുഹൃത്തിനെ പിടികൂടി. അപ്പോൾ തോമസ് ഹെഡ് ടീച്ചറുടെ പേര് ഉച്ചത്തിൽ വിളിച്ചു. അയാൾ ഉടൻ തന്നെ ബോധം വീണ്ടെടുത്തു. അവർ 3 പേരും രക്ഷപ്പെടാൻ ഈ അവസരം ഉപയോഗിച്ചു. വാമ്പയർ കോപത്തോടെ നിലവിളിച്ചു. പിറ്റേന്ന് ടോമസിന് സ്കൂളിൽ പോകാൻ ധൈര്യമുണ്ടായില്ല. ഇത് അവന്റെ അമ്മയെ പ്രകോപിപ്പിച്ചു. അതിനാൽ അവരുടെ അധ്യാപകൻ ഒരു വാമ്പയർ ആണെന്ന് തോമസ് അവളോട് പറഞ്ഞു. പക്ഷേ അവന്റെ അമ്മ അത് വിശ്വസിച്ചില്ല. തോമസ് ഒരു ഒഴികഴിവ് പറയുകയാണെന്ന് അവൾ കരുതി. പോകാൻ നിർബന്ധിച്ചപ്പോൾ തോമസിന് പോകേണ്ടി വന്നു. പക്ഷേ പുതിയ പ്രിൻസിപ്പൽ പോലും വിചിത്രമായി തോന്നി. ക്ലാസ്സിൽ പോകാൻ ധൈര്യപ്പെടാതെ അവർ മൂവരും ലൈബ്രറിയിലേക്ക് പോയി വിവരങ്ങൾ അന്വേഷിച്ചു. അവിടെ വെച്ചാണ് വാമ്പയറുകൾ വലിയ ശബ്ദങ്ങളെ ഭയപ്പെടുന്നതെന്ന് അവർ മനസ്സിലാക്കിയത്. അവരുടെ മുറിയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും പാവകളായി മാറിയിരുന്നു. വാമ്പയർ സ്ത്രീ അവരുടെ മേൽ ഒരു ഇരുണ്ട മന്ത്രവാദം പ്രയോഗിച്ചിരുന്നു. വാമ്പയറുകൾ എന്തിനെയാണ് ഭയപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ?